പമ്പ തീരത്ത് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കും. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് A ചന്ദൂർക്കാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഇത്തരം സമ്മേളനങ്ങളും സംഗമങ്ങളും ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതി എടുക്കാൻ സാധ്യതയുള്ള തീരുമാനം എങ്ങനെ പോകും? എന്തായിരിക്കും അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള നിലപാടിൽ സുപ്രീംകോടതിയുടെ സാധ്യതകൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ മാസം 20-ന് ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം അത് ഏറെ നിർണായകമാകും. പ്രധാനമായും 2 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതൊന്ന് പാരിസ്ഥിതികമായ കാരണങ്ങളാണ്, മറ്റൊന്ന് എന്നുള്ളത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. പമ്പാ തീരം ഒരു പരിസ്ഥിതി ലോല മേഖലയാണ് എന്നും അവിടെ ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടത്തെ വലിയ ജനപങ്കാളിത്തത്തോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് ആ മേഖലയിലെ പരിസ്ഥിതിയെ ബാധിക്കുമെന്നാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. മറ്റൊന്ന് എന്നുള്ളത് ഇത്തരത്തിൽ പരിപാടി രാഷ്ട്രീയ ലക്ഷ്യമുള്ളതാണ് എന്നും ദേവസ്വം ബോർഡുകളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സർക്കാർ എന്നുമാണ് ഈ ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ സർക്കാരുകൾക്ക് മതസംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്താനുള്ള അവസരമൊരുങ്ങുമെന്നും അത് ഒരു കീഴ്വഴക്കമായി മാറും എന്നുമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള മതസംഗമം നടത്താൻ ചട്ടപ്രകാരം അധികാരമില്ലെന്നും ഈ ഒരു പരിപാടി വിലക്കണം എന്നും ആണ് ഈ ഹർജികളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇടക്കാല ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് പ്രധാനമായും ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിൽ നിന്നും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് വരിക എന്നുള്ളത് നിർണായകമാകും. സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തടസ്സ ഹർജി നൽകിയിരുന്നു. ഇതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പായി തങ്ങളെ കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നേരത്തെ ഹൈക്കോടതി ഈ സ്രോതസ്സുകൾ സംബന്ധിച്ച് സുതാര്യമാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും സുപ്രീം കോടതി ഇന്ന് വിഷയം പരിഗണിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.